ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ചാറ്റോ ചാറ്റ്. അപ്പോൾ ഗൈസ്, ഫൈനലി ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. എനിക്ക് കുറേ നാളും കൊണ്ട് കുറേ മെഡിക്കൽ ഇഷ്യൂസൊക്കെ കാരണമായിട്ട് ഞാനിങ്ങനെ അതിങ്ങനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്കത് തുടങ്ങണം ഇപ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് സ്റ്റാർട്ടിങ് ട്രബിളാണ്. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ മടി ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്നോട് തന്നെ ഇന്ന് തുടങ്ങാം നാളെ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞിരുന്നിരുന്ന് ഫൈനലി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് മുതൽ എല്ലാ ദിവസവും ഞാൻ ഫോളോ ചെയ്യുന്ന ഡയറ്റ് പ്ലാനും ഞാൻ കഴിക്കുന്ന ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രിങ്ക്സ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. എനിക്ക് ഫുൾ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ വയറ് ഫുള്ളായിട്ടിരിക്കണം, വിശപ്പ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നാതിരിക്കണം. അപ്പം അങ്ങനത്തെ രീതിയിൽ ഒരു ഹെവി ആയിട്ടുള്ള സാൻഡ്വിച്ച് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ രാവിലെ ഒരു മാഷ്ഡ് എഗ് വെജിറ്റബിൾ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയത്. ഈ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ഞാൻ താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ലഞ്ചിന് ഞാൻ ഒരു 1/2 കപ്പ് റൈസ്, പിന്നെ ആസാമീസ് ഫിഷ് ഫ്രൈ. ഈ ഫിഷ് ഫ്രൈ ചെയ്തത് എയർ ഫ്രൈഡ് ഫിഷാണ്, അത് വെച്ചാണ് ആസാമീസ് ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയത്. പിന്നെ നമ്മളുടെ നാടൻ ബീട്രൂട്ടും ക്യാരറ്റും കൂടി ഇട്ടിട്ടുള്ള തോരൻ. ഇതിൻ്റെ അകത്ത് തേങ്ങ വളരെ കുറവും എണ്ണയും വളരെ കുറവ് ഒഴിച്ചാണ് ഞാനത് ഉണ്ടാക്കിയത്. പിന്നെ ചോറിന് കറിയായിട്ട് ആദ്യം പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ തൈരിൻ്റെ ടിന്ന് ഫ്രിഡ്ജിലുണ്ട് എന്ന് വിചാരിച്ചിരുന്ന ഞാൻ നോക്കിയപ്പം തൈര് ഫ്രിഡ്ജിലില്ല. അങ്ങനെ പിന്നെ ഞാൻ പ്ലാൻ മാറ്റി, ഞാൻ നമ്മളെ നോർത്ത് ഇന്ത്യൻ ദാൽ തട്ക ഉണ്ടാക്കി, അങ്ങനെ ദാൽ കറി ഉണ്ടാക്കി. അപ്പം ഇതാണ് എൻ്റെ ലഞ്ചിൻ്റെ പ്ലേറ്റ്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് എൻ്റെ ആസാമീസ് ഫിഷ് ഫ്രൈയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ താഴെ ലിങ്കിൽ അതും ഞാൻ കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.